വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. സ്ത്രീകളെ കല്യാണം കഴിക്കലുണ്ട്, അവളെ സമ്പത്ത് നോക്കി കല്യാണം കഴിക്കലുണ്ട്, അവളുടെ സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കലുണ്ട്, അവളുടെ തറവാട് നോക്കി കെട്ടലുണ്ട്, അവളുടെ ദീന നോക്കി കല്യാണം കഴിക്കലുമുണ്ട്. നല്ല സ്റ്റൈലുള്ള പെണ്ണ നോക്കിയിട്ട് കെട്ടുന്ന പരിപാടി കെട്ടണമെന്നല്ല, അങ്ങനെ കെട്ടലുണ്ട്. പെണ്ണ് കെട്ടുമ്പോ നല്ല സ്റ്റൈലുള്ള പെണ്ണ നോക്കി കല്യാണം കഴിക്കലുണ്ട്. അവളുടെ സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കലുണ്ട്. ഉപ്പാക്ക് എന്താണ് പരിപാടി? ഉപ്പാക്ക് സൗദിയില് വലിയ ബിസിനസ്സാണ്. എന്നാ മോശങ്ക എന്തായാലും ഒന്ന് ഗൾഫ് കൊണ്ടുപോകാതിരിക്കൂല എന്ന ചിന്തയിൽ കെട്ടുന്ന ആളുണ്ടാവും. വലിയ തറവാടാണ്, അങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ട്. ഈ മൂന്ന് വിഷയങ്ങളും ഭൗതികമായി ദുന്യാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. കുറച്ചെന്തെങ്കിലും കൂടാനുണ്ടോ മോനെ? സൗണ്ട് കുറച്ചും കൂടെ കൂടാനുണ്ടോ? ഈ വിഷയങ്ങൾ മൂന്നും ദുന്യാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നാലാമത്തെ വിഷയമാണ് വലിദീനിഹ, മതബോധമുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്ത് കല്യാണം കഴിക്കലുണ്ട്. ഇത് പറഞ്ഞിട്ട് തങ്ങൾ പറയുന്നു ഫദ്ഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള പെണ്ണെ തിരഞ്ഞെടുത്ത് വിജയിച്ചോ ചെറുപ്പക്കാരാ. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. ഉമ്മയും ബാപ്പയുമായോരെ പോരാ അവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില ഗുണമേറെ. സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. ഉമ്മയും ബാപ്പയെല്ലാം ചിലപ്പോ സ്വത്തിന് വേണ്ടിയും മറ്റൊക്കെ തർക്കിക്കുന്ന സമയത്ത് അതൊന്നും വേണ്ട മോനെ, ദുനിയാവിലുള്ളത് മുഴുവനും ദുനിയാവിലിട്ട് പോകേണ്ടതാണ്. ദുനിയാവിലുള്ളതും ദുനിയാവെന്ന് കിട്ടുന്നതും ദുനിയാവുമായി ബന്ധപ്പെട്ടതെല്ലാം ഇവിടെ തന്നെ ഇട്ട് പോകേണ്ടതാണ്. ആഖിറത്തിലേക്കും കൂടി കൊണ്ടുപോകാൻ പറ്റുന്നത് തിരഞ്ഞെടുക്കണേ. ഫദ്ഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള പെണ്ണെ തെരഞ്ഞെടുത്ത് വിജയിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കല്യാണവുമായി ബന്ധപ്പെട്ട മാതൃകാ കല്യാണമാണ് അല്ലെ നമ്മുടെ ക്യാമ്പയിനിങ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ SYSന്റെ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ അല്ലേ കല്യാണം നടക്കുന്നുണ്ട്, കല്യാണത്തിന്റെ മാതൃകാ സംഗതി നടക്കുന്നുണ്ട്. നമ്മുടെ ഷിമോഗ ജില്ലയിൽ സാധുവായ ഞാനാണ് സാഗറിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, പെണ്ണിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരാൾ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഒരു പുതിയാപ്പിളിനെ അല്ലെങ്കിൽ പെണ്ണിനെ അന്വേഷിച്ച് പോകുമ്പോൾ ആ നാട്ടുകാർക്ക് ബാധ്യതയുള്ളൊരു സംഗതി ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഈ യൂട്യൂബില് ഇതിങ്ങനെ ലൈവായി വരുന്നോണ്ട് ക്ലിപ്പ് ഒരു പ്രശ്നമാണ്. നാളെ ഇത് ക്ലിപ്പാകുമെന്നുള്ളത് അറിയില്ല. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പ്രസംഗിക്കലാണ് കൂടുതൽ നല്ലത്. ഇതിനെ ആക്ഷേപിച്ചല്ല. എന്തുകൊണ്ടെന്നാൽ ട്രോളാൻ വേണ്ടി നല്ല ചാൻസ്. ഒരു പുതിയാപ്പിളിനെ അന്വേഷിച്ച് വരിക ഹൊസ്മാറിലേക്ക്. ഹൊസ്മാർ നമ്മുടെ നാടായതുകൊണ്ട് പരിവറാണ്. അപ്പൊ നോക്കുമ്പോ അയാള് നല്ല മദ്യപാനിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവനാണ്. അമ്മോശങ്ക വരികയാണ്. അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പ വന്നിട്ട് ചോദിക്കുന്നത്, ഇയാൾ എങ്ങൾക്ക് അറിയോ ഇങ്ങനെ ഒരാളെ പുതിയാപ്പിളി എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് എന്നാണ് ചോദിക്കുന്നെങ്കിൽ ചോദിക്കപ്പെടുന്നയാൾക്ക് നിർബന്ധമായും പറഞ്ഞു കൊടുക്കല്. അയാൾക്ക് നിർബന്ധമാണ്, അയാൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് അയാള് ശരിയാവൂല എന്ന് പറഞ്ഞു കൊടുക്കണം. അയാളെ നിങ്ങൾക്ക് ശരിയാവൂല. കാരണം ഈ കുട്ടിന്റെ ജീവിതമാണ് പോകുന്നത്. സുബ്ഹാന ജല്ല ജലാലു. ലഹരി ബാധിച്ചോൻ എന്തൊക്കെ കൊക്കറാട്ടങ്ങളാ കാണിക്കാന്ന് പറയാൻ പറ്റൂല. എന്തൊക്കെ തമ്മാടിത്തങ്ങളാണോ അവന്റെ ജീവിതത്തിൽ ഉള്ളതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന അവന്റെ അത്തരം തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തൽ ഈ ചോദിക്കപ്പെട്ട ആളെ ബാധ്യതയാണ്. അതേ സമയത്ത് ഒരു ചങ്ങാതിക്ക് ഒരു കാലിന് നീളം കുറവാണ്. ഒരു ചങ്ങാതിക്ക് കാലിന് നീളം കുറവല്ല. സൗണ്ട് ഒരു പെണ്ണുങ്ങളെ സൗണ്ടാ. ചിലയൊക്കെ അങ്ങനെ ഉണ്ടാവും.
അത് പറയാൻ പറ്റൂല. അത് അയ്ബാണ്, സൃഷ്ടിപ്പിലുള്ള അയ്ബാണ്. അത് പറഞ്ഞു കൊടുക്കണ്ട. അത് മറ്റവന് കാണുമ്പോൾ മനസ്സിലാവും. അതയാൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അയാൾ നീളം കുറവാന്ന് പറയണോ? അയാൾക്ക് നോക്കിയാൽ മനസ്സിലാവില്ലേ? അത് പറയാൻ പറ്റും. അതേ സമയത്ത് നിനക്കറിയുന്ന അയാളുടെ സ്വഭാവ ദൂഷ്യത്തെ സംബന്ധിച്ച് നീ പറഞ്ഞു കൊടുക്കണം. അത് ബാധ്യതയാണ്. ഒരാൾ മുശാവറ ചെയ്താൽ അയാളുടെ നസീഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഖൈറ് പോലെ പറയണം. അതേ സമയത്ത് ഇല്ലാത്തത് പറഞ്ഞിട്ട് മംഗലം മുടക്കികളാകരുത്. ഒരാളെ കല്യാണം എങ്ങനെങ്കിലും മുടക്കണം. അതിനു വേണ്ടിയിട്ട് ഇവൻ ഇല്ലാത്ത ഉള്ളെല്ലാം കൂടെ കൂട്ടി പറഞ്ഞിട്ട് ഓടിക്കാനല്ല, അതിനല്ല ഞാൻ ഇത് പറഞ്ഞത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മംഗലം മുടക്കികളുമാകരുത്. പിന്നെ ഒന്നുകൂടി ആ കൂട്ടത്തിൽ പറയാം, പണ്ടെപ്പോഴോ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അയാള് തൗബ ചെയ്ത് നല്ല റാഹത്താണ്. കഴിഞ്ഞ റമദാൻ മുതൽ അയാള് നല്ല മനുഷ്യനാണ്. ഇപ്പൊ പള്ളിയിൽ സജീവമാണ്, കമ്മിറ്റിയിൽ സജീവമാണ്, സംഘടനയിൽ സജീവമാണ്, ഒക്കെ റാഹത്താണ്. കുടുംബം നന്നായി നോക്കുന്നുണ്ട്. പഴയ കൂട്ടുകെട്ടൊന്നും ഇപ്പം നിലവിലില്ല. വളരെ സന്തോഷത്തിൽ ഒരു വർഷമായി നാട്ടിൽ ജീവിക്കുന്നു. അങ്ങനെ ഒരാളെ കുറിച്ചാണ് അന്വേഷിക്കാൻ വന്നതെങ്കിൽ പണ്ടേത്തത് പറഞ്ഞിട്ട് അയാളെ മംഗലം മുടക്കാൻ നിൽക്കരുത്. അത് തെറ്റാണ്. അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. ഞാൻ പറഞ്ഞ അന്വേഷിക്കാൻ വന്നാൽ അന്വേഷിക്കപ്പെടുന്ന ആൾക്ക് അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണെന്നാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അങ്ങനെയാണ് വേണ്ടത്. സാമ്പത്തികമായ വിഷയങ്ങളെ കാര്യമായി പരിഗണിക്കരുത്. ദീനാണ് ആണിനും പെണ്ണിനും കാര്യമായി നോക്കേണ്ടത്. മകൾക്ക് പുതിയാപ്പിളിനെടുക്കുമ്പോഴും ദീന് നോക്കണം. മകന് ഭാര്യയെ അന്വേഷിക്കുമ്പോഴും ദീന് നോക്കേണ്ടതുണ്ട്. ഒന്നുകൂടി കൂട്ടത്തിൽ ചേർത്തി പറയട്ടെ, യുവാക്കളോടാണ്, പെൺകുട്ടികളോടാണ്. എപ്പോഴും മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്ന പുതിയാപ്പിളയിലും പുതിയെണ്ണിലുമാണ് ബറക്കത്തുള്ളത്. നമ്മളല്ലേ താമസിക്കേണ്ട പുതിയ ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ജീവിക്കേണ്ടത് അവരെ കൂടെ. അതുകൊണ്ട് ഞാൻ തന്നെ തെരഞ്ഞെടുത്തോളാന്ന് പറഞ്ഞിട്ട് വഴിയിൽ പോയി നിൽക്കണ കാലാണ്. അങ്ങനല്ല. വഴിക്കുന്ന നമ്മൾ കണ്ടെത്തുന്ന പെണ്ണിനേക്കാൾ, നമ്മൾ കണ്ടെത്തുന്ന ചെറുപ്പക്കാരനേക്കാൾ നിന്റെ ഉമ്മയെയും നിന്റെ ബാപ്പയെയും നീ വഴിപ്പെട്ട് അനുസരിച്ച് അവർ നിനക്ക് നൽകുന്ന ജീവിതമാണ് ഏറ്റവും ഹൈറായ ജീവിതമെന്ന് ചിന്തിക്കണം. കാരണം എന്താണെന്നറിയോ? നീ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ നിന്നെ സ്നേഹിച്ചവരാണ് നിന്റെ ഉമ്മയും ബാപ്പയും. നിനക്കായവർ ക്ലേശങ്ങളെന്തു സഹിച്ചതാ, അതുമാത്രമല്ലവരെന്തു ദുഃഖം തിന്നതാ. നീ രോഗിയായാൽ നൊമ്പലം അവർക്കുള്ളതാ, കൈത്തണ്ടിലിട്ടവരെന്തു താരാട്ടുന്നതാ. നിനക്കുള്ള രോദനമാലവർ വിങ്ങുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ, ഒലിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതാ. ഉമ്മക്കും ബാപ്പക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഉമ്മ മരണപ്പെട്ടവർക്ക് അല്ലാഹു ഖബർ സ്വർഗമാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നമ്മളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിച്ചവരാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും. നമുക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞവരും നമുക്ക് വേണ്ടി തന്നെ ജീവിതത്തെ പാകപ്പെടുത്തിയവരുമാണവർ. അവര് നമുക്ക് ഒരിക്കലും മോശമായ ജീവിതം തരൂലാന്ന് നമ്മൾ ഉറപ്പിക്കണം. അതുകൊണ്ട് ഉമ്മയും ബാപ്പക്കൊല്ലം തന്ത വൈബ് പുതിയ വേർഡാണ്. ഉപ്പാക്കുമ്മാക്കെല്ലാം വയസ്സായി, അവരൊന്നും തെരഞ്ഞെടുക്കുന്നത് ശരിയാവൂലെന്ന് ചിന്തിക്കുന്ന യൗവനല്ല വേണ്ടത്. മാതാപിതാക്കൾ നന്മയെ നൽകുള്ളൂ എന്ന് ചിന്തിക്കുന്ന യൗവനമാണ് കാലത്തിന് ആവശ്യമുള്ളത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, കല്യാണത്തിന് പെണ്ണന്വേഷിക്കുമ്പോഴും ചെറുപ്പക്കാരൻ അന്വേഷിക്കുമ്പോൾ ദീന് നോക്കണം. അതിന് ഏറ്റവും നല്ലൊരു മാതൃക നോക്കൂ നിങ്ങൾ. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃക നല്ല മാതൃകയാണ്. എന്നോടൊരാൾ പറഞ്ഞു, കുറച്ചു കാലം മുൻപ് പറഞ്ഞതാണ്. എന്നോടൊരാൾ, ഉസ്താദേ, മകൾക്ക് പുതിയാപ്പിള അന്വേഷിച്ചിട്ട് കുറേ ആയി. എന്റെ ഭാഷ മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? മകൾക്ക് പുതിയാപ്പിള അന്വേഷിക്കണത് കുറേ നാളായി, എവിടെയും ശരിയാകുന്നില്ല. ഇനിയിപ്പോ ഒരു മൊയ്ലാരായാലും മദീന ഞാൻ വിചാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ടൈൽസിന്റെ പണിക്ക് കുറെ ആളെ നോക്കിയിട്ട് എവിടെ നിന്നും കിട്ടണില്ല. ഇനിയിപ്പോ ബംഗാളി ആയാലും മതി എന്ന് പറഞ്ഞ പോലെ.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മദ്രസയെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്, നല്ല മൊയ്ലാമാരെ കിട്ടായിട്ട് വലിയ പ്രതിസന്ധിയിലാ. കഴിവുള്ള മൊയ്ലാമാരെല്ലാം ഗൾഫിൽ പോവാണ്, ചെറിയ ശമ്പളത്തിന് അധ്വാനിച്ചിട്ട് കുടുംബം പോറ്റാൻ കഴിയൂല എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന ആളെ പിടിച്ച് കെട്ടിക്കലാ നല്ലതെന്ന് പറഞ്ഞു. സാധുവിന് ഭാഷ അറിയായിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയായിട്ടോ പറഞ്ഞത് ഇങ്ങനെയാണ്. കുറെ അന്വേഷിക്കുന്നതിന് മൊയ്ലാരായാലും മതി എന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇപ്പൊ അങ്ങനല്ല കേട്ടോ, ഇത് കുറച്ച് മുമ്പേത്തതാ. ഇപ്പൊ അങ്ങനല്ല, ഇപ്പം മർക്കസിൽ ക്യൂ ആണ് അല്ലേ. ഇഹ്യാഉസ്സുന്നയില് പേരോട് ഉസ്താദിന്റെ അടുക്കല്, അതുപോലെ സഅദിയയില്, മുഹിമ്മാത്തില്, കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോ ലാസ്റ്റ് ഉസ്താദ്മാരുടെ അടുത്തേക്ക് പോയി നിൽക്കും. എന്തിനെന്നറിയോ? ഈ പ്രാവശ്യം നമ്മളെ ഉടുപ്പി ജില്ലയിൽ നിന്ന് ആരാണ് നല്ല മാർക്കെല്ലാം വാങ്ങി ഇറങ്ങുന്നല്ലോ ഉഷാറുള്ള ആള്, ആരാ പോന്നറിയോ? ഈ നാട്ടിലെ ഏകദേശം നല്ല തർക്കേടില്ലാത്ത സമ്പത്തുള്ള ആള്. അവരുടെ മക്കൾക്ക്. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും മൊയ്ലാറാണെന്ന് ഞാൻ പറയുന്നില്ലേ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. സുഹബത്തിന്റെ ഒരു മാധുര്യം ഉണ്ടാകണം, നന്മയുടെ കൂടെ ചേർന്ന് നിൽക്കണം, പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സംഘടനാ പ്രവർത്തനക്കാർ സജീവമായി ഇടപെടണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൂടെ നടക്കുമ്പോണ്ട്, കൂടെ നടക്കുന്ന ആള് SSFന്റെ മീറ്റിങ്ങിന് പോയാൽ ഫാൻ ഇട്ട ആളെ ചിലപ്പോ ഇമാമത്തിക്ക, തലയിൽ കെട്ടിട്ട ആള് ബേക്കിലുണ്ടാവും. എന്തുകൊണ്ട്? തലയിൽ കെട്ടുന്ന ഉസ്താദിന്റെ പോലെ തന്നെ വിവരം ഉണ്ടാവും. ആർക്ക്? ഫാൻ്റെ എല്ലാം നെരിയാണിക്ക് മേലെ മടക്കി വെച്ചിരിക്കുന്ന തൊപ്പിയിട്ടിരിക്കുന്ന SSFന്റെ ജില്ലാ സെക്രട്ടറിക്ക്. അയാൾ നല്ലോണം കിതാബ് ഓതിയിട്ടുണ്ടാവും. അത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു നന്മയാണ്. അപ്പൊ നന്മയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ആ നന്മയുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്ത ലാസ്റ്റ് ഞാൻ പറയാം. അപ്പൊ നന്മയുടെ കൂടെ നിൽക്കുന്ന നല്ലവരെയാണ്, ഈമാനുള്ളവനെയാണ് പുതിയാപ്പിളയാക്കേണ്ടത് എന്നാ. പക്ഷെ ഏറ്റവും നല്ലൊരു മാതൃകയുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു മകളുണ്ട്. ഫാത്തിമത്തു ബിദ്അത്തു മിന്നി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ്. മുത്തുനബിക്ക് എന്തൊരു ഇഷ്ടമാണ്.